Hi dear students, welcome to ColorCube. We are continuing chapter 1 fractions. In this session we are going to discuss on equivalent fractions. Method 2 means dividing numerator and denominator by the same number. In method 1 we multiply numerator and denominator by the same number, but in method 2 we are going to divide numerator and denominator by same number. So, first question given is 3 by 9 is equal to dash by 3. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഇവിടെ ഒരു വലിയ നമ്പറും ഇവിടെ ഒരു ചെറിയ നമ്പറും ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ഡിവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 by 10 is equal to dash by 5. ഇവിടെ ചെറിയ നമ്പറാണ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനെ ഡിവൈഡ് ചെയ്താലാണ് ഈ നമ്പർ കിട്ടുകയെന്ന്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്തേ, 3 by 9 equal to dash by 3. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണെന്നാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം 9നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 3 എന്ന ആൻസർ കിട്ടുക. 9നെ ഏത് നമ്പർ കൊണ്ട് ചെയ്താലാണ് 3 എന്ന ആൻസർ കിട്ടുക. നമുക്കൊക്കെ അറിയാം 9 ഡിവൈഡഡ് ബൈ 3 ഈസ് 3. സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നു. 3 by 3 1. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. 2 by 5 is equal to dash by 5. 2 by 10 is equal to dash by 5. 10നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 5 എന്ന് ഉത്തരം കിട്ടുക. 10നെ ഏത് നമ്പർ കൊണ്ട് ചെയ്താൽ ഡിവൈഡ് ബൈ 2 ചെയ്താലാണ് 5 എന്ന്. സെയിം നമ്പർ ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നു. 2 by 2 is 1. Next question is 9 by 18 is equal to dash by 2. ഈ 18നെ ഏത് നമ്പർ കൊണ്ട് ചെയ്താലാണ് 2 എന്ന ആൻസർ വരിക. ഇങ്ങനെ നോക്കാൻ കൺഫ്യൂഷൻ ഉള്ളവർ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയോ 18 എന്ന ആൻസർ വരുന്നുണ്ട്, അവിടെയാണ് നോക്കേണ്ടത്. 2 9s are 18 അതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 18നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 എന്ന ആൻസർ കിട്ടും. സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ചെയ്യും. 9 by 9 is 1. 12 by 36 is equal to 2 by dash. 12നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആൻസർ 2 എന്ന് കിട്ടുക. ഡിവൈഡിങ് ബൈ 6 അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാണ് 12 എന്ന ആൻസർ വരിക. 2 6 are 12. സെയിം നമ്പർ കൊണ്ട് ഇവിടെ ചെയ്യുക. 6ന്റെ ടേബിളിൽ എവിടെയോ 36 വരും. എവിടെയാ 6 6 is 36. So 2 by 6 is the answer. This question I won't do it, you please do it. 81 by 72 is equal to 9 by dash. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാണ് 81 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 8s are 72, 9 9s are 81. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 9 എന്ന ആൻസർ കിട്ടുക. സെയിം നമ്പർ കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 72 എന്ന ആൻസർ കിട്ടുക. 8 9s are 72. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15 by 35 is equal to dash by 7. 35നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 7 എന്ന ആൻസർ കിട്ടുക. Dividing by 5 you will get 7. Same number 15 by 5 is 3. Next question, dash by 6 is equal to 1 by 3. 6നെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാ 6നെ ഏതോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന ആൻസർ കിട്ടി. 2 വെച്ച് ഡിവൈഡ് ചെയ്താലല്ലേ 3 എന്ന ആൻസർ വരത്തുള്ളൂ. സെയിം നമ്പർ വെച്ചാണ് ഇവിടെയും ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏത് നമ്പർ ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ 1 എന്ന ആൻസർ കിട്ടുക. ഇവിടെ 2 എന്ന് ഉണ്ടെങ്കിലല്ലേ നമുക്കവിടെ 1 എന്ന ആൻസർ. 2 by 2 is equal to 1.
8th ക്വസ്റ്റ്യൻ അതേപോലെ 4നെ ഏതോ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഏത് വെച്ച് ഡിവൈഡ് ചെയ്താലാ? 2 വെച്ച് ഡിവൈഡ് ചെയ്താലാണ് 2 കിട്ടുക. സെയിം നമ്പറിനെ തന്നെ താഴെയും ഡിവൈഡ് ചെയ്തേണ്ടത്. ഏത് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 5 എന്ന ആൻസർ കിട്ടുക? 10നെ ഡിവൈഡ് ചെയ്താലേ 10 ഡിവൈഡ് ബൈ 2 ആണ് 5 എന്ന് കിട്ടുക. ഡാഷ് ബൈ 12 ഈസ് ഈക്വൽ ടു 1 ബൈ 4. 12നെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലാണ് 4 എന്ന ആൻസർ കിട്ടുക? അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാണ് 12 ഉള്ളത്? 4 3s are 12. സോ ഡിവൈഡഡ് ബൈ 3. ഇവിടെയും നമ്മൾ ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യേണ്ടത്. ഏത് നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ 3 എന്ന് നമുക്ക് ആൻസർ വരിക? 3 by 3 is 1. Dash by 45 is equal to 5 by 9. Dash by 45 is equal to 5 by 9. ഇവിടെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 9 എന്ന് ആൻസർ കിട്ടുക? 45നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 9? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ്. ഇവിടെ ഉള്ള നമ്പറിനെ നമ്മൾ ഏത് കൊണ്ട് ചെയ്യണം? 5 കൊണ്ട് ചെയ്യണം. അപ്പം നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. ഏത് നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 5 എന്ന് ആൻസർ കിട്ടുക? 25നെ. Please try to complete exercise 1.2. That is today's homework. Thank you.